അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് നടത്തിയ പുതിയ പരാമർശങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതുവരെ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ ചെറിയൊരു ഇളവിന് തയ്യാറാണെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന മുൻ നിലപാടിൽ നിന്ന് മാറി കൃത്യമായി പരിശോധനകളോട് കൂടിയ 20 വർഷത്തെ താൽക്കാലിക നിർത്തിവെക്കൽ അമേരിക്കയ്ക്ക് അംഗീകരിക്കാമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ മാറ്റമായി വിലയിരുത്തപ്പെടുന്നത്. ചൈന സന്ദർശനം കഴിഞ്ഞ അമേരിക്കയിലേക്ക് മടങ്ങുന്നതിനിടെ എയർഫോഴ്സ് 1 വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. അപ്പോഴാണ് പുതിയ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. 20 വർഷം മതി, പക്ഷെ അത് യാഥാർത്ഥ്യത്തിനുള്ള 20 വർഷമായിരിക്കണം. നിയമങ്ങളും പരിശോധനകളും കൃത്യമായി പാലിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. അതിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം വന്നിരിക്കുന്നത്. ഇത് സമാധാന ചർച്ചകളിൽ ഒരു പുതിയ വഴിത്തിരിവായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇതുവരെ ഇറാൻ ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തരുത്, ആണവായുധം നിർമ്മിക്കാൻ അവസരം നൽകരുത് എന്ന നിലപാടായിരുന്നു ട്രംപ് ശക്തമായി മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു സമയപരിധിയുള്ള കരാർ തയ്യാറാക്കണമെന്ന് സൂചന നൽകുകയാണ്. ഈ മാറ്റം എന്തുകൊണ്ടാണ് വന്നതെന്ന് വ്യക്തമല്ല. പക്ഷേ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നീണ്ടു നിൽക്കുന്ന സംഘർഷവും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇതിനു പിന്നിലുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ ഇറാന്റെ ആണവ പദ്ധതി വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്ത് 2015 ഇറാനുമായി ആണവ കരാർ ഉണ്ടായിരുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നായിരുന്നു ആ കരാർ. ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാമെന്ന ഉറപ്പ് നൽകിയതിന് പകരമായി സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ ട്രംപ് ആ കരാറിനെ ശക്തമായി എതിർത്തിരുന്നു. ആ കരാറിലെ ചില വ്യവസ്ഥകൾ ഭാവിയിൽ ഇറാന് വീണ്ടും ആണവ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വഴിയൊരുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതിനാലാണ് തന്റെ ഭരണകാലത്ത് ട്രംപ് അമേരിക്കയെ ആ കരാറിൽ നിന്ന് പിൻവലിച്ചത്. അതിനുശേഷം അമേരിക്ക ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പോൾ അതേ ട്രംപ് തന്നെ 20 വർഷത്തെ നിയന്ത്രണം അംഗീകരിക്കാമെന്ന് പറയുന്നത് വലിയ മാറ്റമായാണ് കാണപ്പെടുന്നത്. ശക്തമായ പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ ഇറാന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക ഇപ്പോൾ കരുതുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ ട്രംപ് നടത്തിയ ചൈന സന്ദർശനവും ശ്രദ്ധ നേടുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം വിവിധ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച നടത്തി. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കരുതെന്ന കാര്യത്തിൽ താനും ഷീ ജിൻപിങ്ങും ഒരേ അഭിപ്രായത്തിലാണെന്നാണ് ട്രംപ് പറഞ്ഞത്. കൂടാതെ ലോകത്തിലെ എണ്ണ വിതരണത്തിന് വലിയ പ്രധാനപ്പെട്ട ഹോർമൂസ് കടലൊടുക്ക് തുറന്ന നിലയിൽ തുടരണമെന്നും ഇരുവരും ചർച്ച ചെയ്തതായി അദ്ദേഹം പറയുന്നു. ഹോർമൂസ് കടലൊടുക്ക് ലോക വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും അത്യന്തം പ്രധാനപ്പെട്ട പാതയാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണക്കപ്പലുകളും ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. ആയതിനാൽ അവിടെ സംഘർഷമുണ്ടാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ചൈന ഇതുവരെ ട്രംപിന്റെ എല്ലാ പരാമർശങ്ങളും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം കുറയ്ക്കാമെന്ന് ചൈന പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധസമാധാന സാഹചര്യം ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം മുതൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇടയ്ക്കിടെ ചെറിയ ആക്രമണങ്ങളും വെടിവെപ്പുകളും തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്കും നേരെ വലിയ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം മേഖലയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണഭരിതമായി. പിന്നീട് പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ ചർച്ചകൾ നടന്നു. അതോടെയാണ് താൽക്കാലിക വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്കും പാകിസ്ഥാൻ ആതിഥ്യം വഹിച്ചിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ച നടത്തിയെന്നാണ് അതിന്റെ പ്രത്യേകത. ഇറാൻ ആദ്യം 5 വർഷത്തെ നിർത്തിവെക്കലാണ് നിർദ്ദേശിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കുറഞ്ഞത് 20 വർഷമെങ്കിലും നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ടതായും വിവരം പുറത്തുവരുന്നുണ്ട്. അതേസമയം ആണവ വിഷയത്തിന് പുറമെ മറ്റു ചില ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക, മരവിപ്പിച്ചിരിക്കുന്ന ഫണ്ടുകൾ വിട്ടുകൊടുക്കുക, സുരക്ഷാ ഉറപ്പുകൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. വൈദ്യുതി ഉൽപാദനത്തിനും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും മാത്രമാണ് പദ്ധതി ഉപയോഗിക്കുന്നതെന്നും അവർ പറയുന്നു. എന്നാൽ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. ഭാവിയിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന്റെ പുതിയ പരാമർശം സമാധാന ചർച്ചകൾക്ക് ഒരു പുതിയ അവസരം നൽകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. 20 വർഷത്തെ നിയന്ത്രണ കരാറിലൂടെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ പ്രതീക്ഷ. അതേസമയം ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും സംഘർഷം ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.